കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു കൃഷ്ണ. എന്താ മോനെ, തലവേദനയാണോ? ഹാളിൽ തലയും കുമ്പിട്ടിരിക്കുന്നവന്റെ അടുത്തെത്തി ആ മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് മാഷ് ചോദിച്ചു. തല പൊട്ടിപ്പൊളക്കുന്നു. പറയുന്നതിനൊപ്പം തന്നെ അവൻ നെറ്റിയിൽ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു. ബാം എന്തെങ്കിലും ഇട്ടുകൂടായിരുന്നോ നിനക്ക്? ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ TV സ്റ്റാൻഡിൽ വെച്ചിരുന്ന ടൈഗർ ബാം അല്പം കയ്യിലെടുത്ത് അദ്ദേഹം അവന്റെ തലയിലൊന്ന് തടവിക്കൊടുത്തു. ബാമിന്റെ എരിവും അച്ഛന്റെ കയ്യിലെ ചെറു ചൂടും കൂടി ആയപ്പോൾ ആശ്വാസം തോന്നിയവൻ സോഫയുടെ പിന്നിലേക്ക് തല ചായച്ചു വെച്ച് കിടന്നു. മോളുടെ പനി കുറവുണ്ടോ? രാത്രി 1-2 വട്ടം എഴുന്നേറ്റ് കുറച്ച് ഛർദ്ദിച്ചുപോയി. അയ്യോ, എന്നിട്ട്? 2ാമത്തെ തവണ ഛർദ്ദിച്ചപ്പോഴേക്കും ഞാൻ ഭയന്നുപോയി അച്ഛാ. പിന്നെ വെച്ചോണ്ടിരുന്നില്ല. അപ്പൊ തന്നെ ഇവിടുത്തെ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി. കുറച്ചു മുന്നെയാണ് വന്നത്. അയ്യോ, എന്നിട്ട്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോടാ. നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും കൂടുതലുള്ളതുകൊണ്ട് അവന്റെ തോളിൽ ഒന്ന് അടിച്ചു അയാൾ. ഞാൻ പറയാൻ വേണ്ടി വന്നിരുന്നു അച്ഛാ. 1-2 തവണ തട്ടി വിളിച്ചിട്ടും അച്ഛന്റെ ഉറക്കം വിട്ടില്ല. അപ്പം മനസ്സിലായി അച്ഛൻ ഇന്നലെ ഉറങ്ങാൻ വേണ്ടി ടാബ്ലറ്റ് എടുത്തു കാണുമെന്ന്. അതാ ഞാൻ പിന്നെ കൂടുതൽ. അത് കേട്ടതും അയാളുടെ മുഖം അങ്ങ് മാറി. ഇന്നലെ കിടന്നിട്ടും ഉറക്കം വരാതെയാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഡോക്ടർ തന്ന സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എടുത്തത്. ഇന്നലെ വയ്യായിരുന്നു മോനെ, അതാ ഞാൻ. സത്യം പറഞ്ഞാൽ അവനെ വഴക്ക് പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഒന്നും ടാബ്ലറ്റ് എടുത്തത് അദ്ദേഹം ഓർത്തിരുന്നില്ല. പറയാതെ ഒറ്റയ്ക്ക് പോയി എന്ന ചിന്ത മാത്രമേ മനസ്സിൽ വന്നിരുന്നുള്ളൂ. അയാളുടെ ശബ്ദം വല്ലാതെ താഴ്ന്നു. അച്ഛൻ ചുമ്മാ. അവൾക്ക് ടെമ്പറേച്ചർ കൂടിയതിന്റെ ആയിരുന്നു. അവിടെ വന്ന് മരുന്ന് കഴിച്ച് ട്രിപ്പും ഇട്ടതോടെ അതങ്ങ് മാറി. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി വെറുതെ ആൽബിയെ ഞാനൊന്ന് വിളിച്ചിരുന്നു. നോക്കുമ്പോ അവൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ആൽബി ഉണ്ടായിരുന്നോ അവിടെ? ആശ്വാസം പോലെ അദ്ദേഹത്തിന് തോന്നി. എന്തായാലും തന്റെ മകൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. കുറവുണ്ട് അച്ഛാ. അച്ഛൻ ചെന്നിട്ട് സ്ട്രോങ് ആയി എനിക്കൊരു ചായ ഇട്ടതാ. അപ്പോഴേക്കും ഈ തലയുടെ കെട്ടൊന്ന് വിടും. എന്നിട്ട് ഒരിച്ചിരി നേരം കിടക്കാം. ഇന്ന് നീ പോകുന്നില്ലേ? മോൾക്ക് വയ്യല്ലോ. അച്ഛൻ ഒറ്റയ്ക്ക് അവളെ കൊണ്ട് പാടുപെടും. അതിലവൻ പറയാതെ പറഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കുറച്ചു കാലത്തിനുള്ളിൽ മോൾക്ക് എപ്പോഴൊക്കെ വയ്യാതായിട്ടുണ്ട് അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഹരി അറിഞ്ഞിട്ട് പോലുമില്ല. ഇതിപ്പോൾ നാളുകൾക്ക് ശേഷമാണ് ഒരിക്കൽ കൂടി പഴയ പാതയിൽ. പനിയായാൽ മോൾക്കുള്ള വാശി അറിയാവുന്നത് കൊണ്ടാണ് അവൻ ഇന്ന് അവധിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ തടയാതെ അയാൾ അടുക്കളയിലേക്ക് പോയി. ഇതേ സമയം ഉറക്കം എഴുന്നേറ്റത് ഇവിടെ വരാനുള്ള തത്രപ്പാടിലായിരുന്നു മണിക്കുട്ടി. നീ രാവിലെ എങ്ങോട്ടാ? മറുപടിയൊന്നും കൊടുക്കാതെ അവൾ കഴുത്തിലേക്ക് ഷോൾ ഇട്ടതും അവര് ചെന്ന് അവൾക്ക് മുന്നിലേക്ക് നിന്നു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേടി? കേട്ടു, പക്ഷെ മറുപടി പറയാൻ തോന്നിയില്ല. അവരെ കൈകൊണ്ട് സൈഡിലേക്ക് ഒതുക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് ശാരദ നിർത്തി. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഒരിത്തിരി താഴ്ന്നു നിന്നപ്പോൾ നീ എന്റെ തലയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയോ? അമ്മേ, സത്യമായിട്ടും എനിക്ക് രാവിലെ അമ്മയോട് വഴക്കുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് അമ്മ ദൈവത്തെ ഓർത്ത് എന്റെ മുന്നിൽ നിന്ന് മാറിയേ. മാറുന്നില്ല. നീ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് നിന്റെ പോറ്റമ്മയും ആ തള്ളയില്ലാത്ത കൊച്ചിനെയും നോക്കാനല്ലേ? അതെ. അപ്പൊ അമ്മയ്ക്ക് കാര്യമറിയാലോ. ഇനി മാറി നിൽക്ക്. അവരെ കവിഞ്ഞ് പെണ്ണ് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയതും ദേഷ്യത്തിൽ ശാരദ അവളുടെ തോളിൽ പിടിച്ച് സൈഡിലേക്ക് തള്ളി. അമ്മേ, അമ്മ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്? തോള് പോയി ഇടിച്ചതിന്റെ വേദനയിൽ അവൾ അലറി. ഞാൻ കാണിക്കാൻ പോകുന്നതൊക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. വാടി മര്യാദക്കകത്തേക്ക്. പുറത്തേക്ക് ഇറങ്ങാൻ പോയവളെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് ഇട്ടുകൊണ്ട് ശാരദ വാതിൽ കുറ്റിയിട്ടു. നീ എവിടെയും പോകണ്ട, ഇവിടെ കിടന്നാൽ മതി. അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? ദേഷ്യത്തിൽ പെണ്ണ് ഒച്ചയെടുത്തു. തൽക്കാലം നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എങ്കിൽ അമ്മ അങ്ങനെ തീരുമാനിക്കണ്ട. ഇത്രയും കാലം എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കിയത്. മുന്നോട്ടും ഞാൻ തന്നെ നോക്കിക്കോളാം. ദേഷ്യത്തോടെ അവരെ കടന്ന് മുന്നിലേക്ക് പോയവളുടെ കവളിൽ ഒരൊറ്റ അടിയായിരുന്നു ശാരദ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം. ഇനി മുതൽ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നടത്തുന്നതും എന്റെ മകനാണ്. അവൻ പറയുന്നതിന്റെ അപ്പുറം നിന്റെ ചെറുവിരൽ പോലും ചലിച്ചാൽ നിന്നെ കൊന്നുകളയാനും എനിക്ക് മടിയൊന്നുമില്ല. അവളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ശാരദ അലറിയതും മണിക്കുട്ടി ആദ്യമായി കാണുന്ന പോലെ അമ്മയുടെ വേഷപകർച്ചയിൽ ഞെട്ടിപ്പോയി. പോട്ടെ പോട്ടെ എന്ന് കരുതുമ്പോൾ നിനക്ക് അഹങ്കാരം അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന്.
അന്ന് ആലപ്പുഴയിൽ വെച്ച് നീ എന്നെ വെറും പുഴുവിനെ പോലെയാക്കി ആ നാശങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴേ ഇത് ഞാൻ മനസ്സിൽ ഓങ്ങി വെച്ചതാണ്. ഇനിയാ നീ എന്നെ ശരിക്കും കാണാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കട്ടെ നീ എന്നെ മറികടന്ന് എങ്ങനെ അവരുടെ ഒപ്പം പോകുമെന്ന്. അവൾ വന്നിരിക്കുന്നു ശാരദയെ മറുപടി പിടിപ്പിക്കാൻ. ഇനിയാ അജിത്തിനെ കൊണ്ട് നിന്റെ കല്യാണം കൂടി ഞാൻ നടത്തിയാലുണ്ടല്ലോ. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നവൾ അവരുടെ അവസാനത്തെ വാചകം കേട്ടതും ഞെട്ടിപ്പോയിരുന്നു. ഇത് കുറെ നേരമായല്ലോ നിന്റെ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഇനി നീ എത്രയൊക്കെ കിടന്ന് തുള്ളിയാലും കരഞ്ഞാലും ഈ മുറിയുടെ വാതിൽ പുറത്തോട്ട് തുറക്കണമെങ്കിൽ എന്റെ മോനും അജിത്തും വരണം. അതുവരെ നീ കരഞ്ഞാലോ ചാവും എന്ന് ഭീഷണിപ്പെടുത്തിയാലോ ഞാൻ ഈ വാതിൽ തുറക്കില്ല. അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നവളെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുവരുന്ന വഴി ശാരദ അവളുടെ നേരെ ചീറി. എന്നാൽ കുറച്ചു മുന്നേ അറിഞ്ഞ വാർത്തയിൽ മനസ്സ് തകർന്നു പോയവൾ ഒരു പഴന്തുണി കെട്ടുപോലെ അവരുടെ പിന്നാലെ നിർജീവമായി ആണ് വന്നത്. അവര് വൈകുന്നേരത്തോടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നേരത്ത് ഇങ്ങനെ കരഞ്ഞു വീഴിച്ച മുഖവുമായി ഇരുന്നാൽ അതിന്റെ നാണക്കേട് നിനക്കല്ല ഞങ്ങൾക്കാണ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ നാണക്കേടും കൊണ്ട് നിനക്കെന്താ അല്ലേ? ഭീഷണിയുമായി അവർ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ലേലും നിനക്കൊക്കെ എത്ര നല്ലത് ചെയ്താലും ഞാനും എന്റെ മോനും ഒക്കെ ഇപ്പോഴും ദുഷ്ടരാണ്. എടി, നീ ഏത് ബന്ധത്തെ എത്ര അടുപ്പിച്ചു നിർത്തിയാലും രക്തബന്ധത്തോളം വരത്തില്ല ഒരു ബന്ധവും. അത് നിനക്ക് പോകെ പോകെ മനസ്സിലാവും. അന്ന് നീ ഞങ്ങൾ പറഞ്ഞതിനെയൊക്കെ ഓർത്തുണ്ടല്ലോ കരയും. പക്ഷെ അവര് പറയുന്നൊന്നും കേൾക്കാനും കാണാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ പെണ്ണ് അന്നേരം. ഹരി പിന്നെയും കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കണ്ട, വാ ഹോസ്പിറ്റലിൽ പോകാം. വാടിത്തളർന്ന് തന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കൈമള് പറഞ്ഞതും മറുത്തൊരു വാക്കുപോലും പറയാതെ ഹരി ചാവിയുമായി ഇറങ്ങി. അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇന്നലെ ഒരു പോള കണ്ണ് ഉറങ്ങിയിട്ടില്ല എന്ന്. മുത്തച്ഛ, കണ്ണു ഇപ്പൊ വരും? കാറിലേക്ക് കയറ്റി മടിയിലേക്ക് കിടത്തും വഴി കുഞ്ഞ് പിന്നെയും ചോദിച്ചതും അത് കേട്ട് കൈമളിന്റെ കണ്ണ് നിറഞ്ഞെങ്കിൽ ഒരുത്തൽ തന്റെ ദേഷ്യം മുഴുവനും തീർത്തത് സ്റ്റിയറിംഗിലായിരുന്നു. കണ്ണൂനും പനിയാവാവേ, അതുകൊണ്ട് കണ്ണൂന്റെ അമ്മ അവളെ കൊണ്ടുപോയതല്ലേ. അപ്പോ അരിയല്ലേ വാവെ നോക്കുന്നത്, അതുപോലെ കണ്ണൂന്റെ അമ്മയ്ക്ക് കണ്ണൂനെ നോക്കണ്ടേ? പനിയൊക്കെ മാറുമ്പോൾ കണ്ണിനെ ഇവിടെ തിരിച്ചു കൊണ്ടുപോകുമോ മുത്തച്ഛ? പ്രതീക്ഷയോടെ ആ കുഞ്ഞിക്കണ്ണുകൾ വലിച്ചു തുറന്ന് മോള് കൈമളിനെ നോക്കി. പിന്നെ വരാതെ, കണ്ണൂന് പൊന്നു മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം അവളുടെ മൂക്കിൻ തുമ്പിൽ ചുമ്മാ ഒന്ന് വലിച്ചു വിട്ടു. പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വല്ലാത്തൊരു നിശബ്ദതയിൽ വണ്ടി മുന്നോട്ട് നീങ്ങി. അതിനെ കീറി മുറിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞിന്റെ തളർന്ന ശബ്ദം പിന്നെയും കേട്ടത്. മുത്തശ്ശാ. ആ പെട്ടെന്നുള്ള ആ വിളിയിൽ കൈമളി ഞെട്ടിയതിനൊപ്പം തന്നെ ഹരിയും ഞെട്ടി. എന്താ പൂവേ? കുറച്ചു മുന്നത്തെ പോലെ മോൾക്ക് ഛർദിക്കാൻ വന്നോ എന്ന ആവലാതിൽ ഹരി പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി. ഹരി, എന്തോ? കുഞ്ഞിന് ഛർദിക്കണോ? പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ തുറക്കുന്നതിനൊപ്പം അവൻ പിന്നിലേക്ക് തിരിഞ്ഞു ചോദിച്ചു. അപ്പോഴേക്കും കൈമളി മാഷ് ഡോർ തുറന്നിരുന്നു, കുഞ്ഞിന് ഛർദിക്കാൻ ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട്. നിച്ച് പനിയല്ലേ? അവളെ എടുത്ത് പുറത്തിറക്കാൻ തുടങ്ങിയ കൈമളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞ് ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കുഞ്ഞിന്റെ ചോദ്യം കേൾക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ പാതിയിൽ ചരിഞ്ഞിരുന്നുകൊണ്ട് പിന്നിലേക്ക് നോക്കി. എന്നാൽ അവൾ എന്താ പറയുന്നതെന്നറിയാതെ കൈമളിന്റെ കണ്ണുകൾ ചുരുങ്ങി. ഒപ്പം ബാക്കി അവൾ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള ചിന്തയോടെ ഒന്ന് നീട്ടിമൂളി. കണ്ണൂനും പനിയല്ലേ? അപ്പോ ടൂ പനിയല്ലേ? വെപ്രാളത്തോടെ കുഞ്ഞിനെ നോക്കിയിരുന്നാൽ പെട്ടെന്ന് കൺമണിയുടെ പേര് കേട്ടതും പോയ ദേഷ്യം തിരികെ എത്തിയ പോലെ അവന്റെ മുഖം ചുമന്നു. അതേസമയം കുഞ്ഞു പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും മുന്നിലിരിക്കുന്ന ഒരു ദേഷ്യം കണ്ട് അത് ശ്രദ്ധിക്കാതെ കൈമളുടെ ശ്രദ്ധ മുഴുവനും പിന്നെ കുഞ്ഞിലേക്ക് മാത്രമായി. അതിനെന്താ കുഞ്ഞ് ഇപ്പൊ വേണ്ടേ? നമുക്ക് കണ്ണൂന്റെ വീട്ടിൽ പോയിട്ട് കണ്ണൂന്റെ അമ്മയോട് പറയാം, നിച്ചും പനിയാ, എന്നെ അരിയാ നോക്കുന്നേ, കണ്ണൂനെ അരി ശോഷിച്ചു നോക്കുമെന്ന്. അപ്പൊ കണ്ണൂനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടുപിടിച്ച പോലെ കുഞ്ഞ് മുത്തശ്ശനെയും ഹരിയെയും മാറി മാറി നോക്കിയതും കണ്ണു നിറഞ്ഞുകൊണ്ട് കൈമളി കുഞ്ഞിനെ നെഞ്ചോടടക്കി പിടിച്ചു. ഇത്തവണ ഹരിയുടെ കണ്ണും അറിയാതെ നിറഞ്ഞുപോയി. നമുക്ക് നോക്കാം, ഇപ്പൊ കുഞ്ഞാവ മുത്തശ്ശന്റെ കയ്യിൽ കിടന്നു. താൻ ഇനി എന്തു പറഞ്ഞാലും അവൾ അതെല്ലാം കൺമണിയുമായി ബന്ധിപ്പിക്കും എന്നറിയാവുന്നത് കൊണ്ട് പിന്നീട് ആ സംസാരം വയ്യാത്ത പോലെ കൈമളി കുഞ്ഞിനെ അടക്കി പിടിച്ച് കണ്ണടച്ച് പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. മുത്തശ്ശ, ഓങ്ങല്ലേ, കണ്ണൂന്റെ വീട്ടിൽ പോണ്ടേ?
നന്നേ കുഴഞ്ഞ ശബ്ദമായിരുന്നെങ്കിലും അതിലെ വാശി ഹരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒപ്പം കൈമളിനും. ഒന്നാമത് കുഞ്ഞാകെ തളർന്നിരിക്കുകയാണ്. എന്തിലും ഒരു വാക്കവൾക്ക് സങ്കടമുണ്ടാക്കിയാൽ അവസ്ഥ പിന്നെയും മാറും. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിക്കേണ്ട താമസം. കുഞ്ഞിനെ വയ്യാടിയെ കണ്ടവർ അപ്പഴേ മോളെ അഡ്മിറ്റ് ചെയ്തു അവിടെ. അവളെ അകത്തേക്ക് കയറ്റുമ്പോഴും കയ്യിൽ കാനുല കുത്തി ഇഞ്ചക്ഷൻ വെക്കാൻ പിടിക്കുമ്പോഴും കുഞ്ഞ് വലിയ വായിലെ അലറിക്കരയുന്നുണ്ടായിരുന്നു. അവസാനം കരഞ്ഞു കരഞ്ഞു തളർന്ന് അവന്റെ കയ്യിൽ നിന്ന് തന്നെ മോൾ ഉറങ്ങി. മോളെ കട്ടിലേക്ക് കിടത്തു ഹരി. കുഞ്ഞിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് ശ്വാസം പോലും എടുക്കാൻ ഭയപ്പെടുന്ന തന്റെ മകന്റെ മുടിയിലൂടെ തലോടി കൈമള് മെല്ലെ പറഞ്ഞു, അവൾക്ക് നോവുമച്ച, എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. കുഞ്ഞിനെയും അടക്കി പിടിച്ച് കരയുന്ന മകന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ കൈമൾ മുറിയിൽ നിന്നിറങ്ങിയതും കാണുന്നത് ഓടിപ്പിടിച്ചുകൊണ്ടുവരുന്ന ശ്രീധരനെയും സീതയുമാണ്. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും തനിക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോടോ? ദേഷ്യത്തിൽ ചോദിക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന സീതയുടെ നോട്ടം മുഴുവനും തന്നിലാണെന്നറിഞ്ഞതും കൈമൾ തല താഴ്ത്തി. മോള് ഛർദിച്ചപ്പോൾ എടുത്തുകൊണ്ട് ഓടിയതാടോ, അതാ. അത് കേട്ടതും പരിഭവം ഉണ്ടായിരുന്നെങ്കിലും അത് മാറി സീത മുറിയിലേക്ക് ചെന്നു. എന്നെ താണെന്ന് മണിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോകുമോ ശ്രീധര? സീത അകത്തേക്ക് പോയെന്ന് കണ്ടതും കൈമൾ ചോദിച്ച ചോദ്യത്തിൽ ശ്രീധരൻ ഒന്ന് പകച്ചുപോയി. കൈമളെ, അവൾ വരാതെ എന്റെ കുഞ്ഞിന്റെ വയ്യാഴിക മാറില്ലടോ. പോകാം. കണ്ണ് നിറഞ്ഞൊഴുകി പറയുമ്പോൾ മറ്റൊരു മറുപടി ശ്രീധരനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ എന്റെ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.